ഹലോ, ഇന്ന് നമ്മൾ ചെറുതായിട്ട് എന്തുണ്ടാക്കും? ഇന്ന് സാധാരണ ചോറിൻ്റെ അരിയാണെങ്കിൽ നമ്മൾക്ക് തീർന്നു പോയി. അപ്പോൾ നമുക്കിന്ന് നെയ്ച്ചോറിൻ്റെ അരിയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്ന് കുറച്ച് ചിക്കനുണ്ട്, നന്നായിട്ട് ഇതിനെ നമ്മൾ മസാല ഇട്ട് തിരുമ്മി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി വറക്കാൻ വെക്കാം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണയാണ് ചേർത്തത്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കണ്ടാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ കറികൾ. അപ്പോൾ ഇന്ന് നമുക്ക് ദിവസം ബിരിയാണി ആക്കിയിട്ട് ബിരിയാണിയിലേക്ക് നെയ്ച്ചോറും ചിക്കനും ആക്കി മാറ്റാം. കിടക്കുന്ന എണ്ണ കഴിക്കുപാടി അപ്പ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് ഉള്ളി. കിടക്കുന്ന ഐറ്റം ഉള്ളി. ഈ ഉള്ളി നമുക്ക് ചെറുതായിട്ട് നമുക്ക് നൈസായിട്ട് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ നടുക്ക് ഇവിടെ 2 വികൃതികൾ അടി നടക്കുന്നുണ്ട്. നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് എന്നാലേ നല്ല മസാല നമുക്കിതിന് കിട്ടുള്ളൂ കേട്ടോ. കൈ മുറിയാത്ത ഭാഗ്യം. നല്ല നൈസായിട്ട് ഇതുപോലെ നൈസായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഈ ഉള്ളിനെ നമ്മൾ കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. എങ്ങനെയാണിത്? കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളി. അയ്യോ, കണ്ണ് നേരിട്ട് വയ്യപ്പ. ഉള്ളിക്ക് അത്യാവശ്യം നല്ല നീറ്റലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പൊട്ടിത്തെറിച്ച് കഴിക്കുന്നു. എന്താണ്ടോന്ന് അറിയില്ല. എണ്ണയൊക്കെ ചൂടാകുമ്പോൾ അങ്ങ് പൊട്ടി അങ്ങ് തെറിക്കുക. ഓരോ വീട്ടമ്മമാർക്ക് ഒരു മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ് ഡെയിലി എന്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ടാസ്ക് നമുക്കിന്ന് അത്യാവശ്യം ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിത് മസാലയാക്കി ചോറും ഉണ്ടാക്കാം. മക്കൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടം. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. കിച്ചണൊക്കെ നല്ല വേർത്ത് ഒഴുകുന്നുണ്ട് കിച്ചണിൽ. അങ്ങനെ നമുക്ക് തക്കാളിക്കുട്ടിനെ എടുക്കാം. ഇത് നന്ദൂട്ട് നമുക്ക് തക്കാളി എടുത്ത് സഹായിക്കുന്നുണ്ട്. കൊട്ടയിലാണെങ്കിൽ ഒരുപാട് പച്ചക്കറി നിറഞ്ഞ കിടപ്പുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മളൊരു 3 തക്കാളി വേണടാ, 1 പോരാ, 1 കൂടി എടുക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ കുട്ട നന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് മൊരിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില വാരി കൊടുക്കാം. ഇത് ഉണങ്ങി കിടക്കുന്നുണ്ട് നമ്മുടെ കറിവേപ്പില. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എത്തി കേട്ടോ. അതിന് കറിവേപ്പിലൊക്കെ നല്ല ക്ഷാമം ഉണ്ടാവും കേട്ടോ. നമുക്കിതോ ഇതിനെ കൊണ്ട് നമ്മളിനി ഒപ്പിക്കണം. നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് നമുക്കിത് കറിവേപ്പില കുട്ടന്മാരെ നമുക്കിത് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കീറിയിട്ട് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ നന്നായിട്ട് ഇതിൻ്റെ സ്മെല്ല് നമുക്കിതിലേക്ക് പിടിക്കട്ടെ. കറിവേപ്പിലേണ്ടത്. ഇനി നമുക്ക് ഇതാ കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി. ഇത് വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ ചിക്കനെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് തട്ടാം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് നമുക്ക് മസാല നിറയ്ക്കാൻ. ഇത് അത്യാവശ്യം ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കറി വെക്കുമ്പോൾ അതിനും കൂടി വെന്തിട്ടുണ്ട്. ആ ചിക്കൻ കാണുമ്പോൾ പൊരിച്ചതെടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട് അല്ലേ? കള്ളക്കൊതിയന്മാർ ആരും വന്നില്ല കേട്ടോ. വന്നില്ലെങ്കിൽ പൊരിച്ചത് ഇപ്പം തന്നെ തീർക്കും. അതിന് മുന്നേ നമുക്കിതിനെ തട്ടി നമുക്ക് മസാലയിലേക്ക് ആക്കാം. പിന്നെ വേവുന്നവരെ വരില്ലല്ലോ ആരും. അപ്പോൾ നമുക്ക് കാണാം. ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ആ കറിവേപ്പില വിട്ടപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ നമ്മുടെ ഉള്ളി, മെയിനായിട്ട് ഉള്ളി ഇതാ ഇതിലേക്ക് തട്ടി കൊടുക്കുന്നു. നമ്മുടെ മെയിനായിട്ട് ഇതാണ് കേട്ടോ. ഉള്ളി വഴറ്റി നമുക്ക് നന്നായിട്ട് ഇതിനെ നമുക്ക് വഴറ്റാം. നമുക്കിതിനെ നന്നായിട്ട് ഈ പൊരിച്ച എണ്ണയിലിട്ട് തന്നെ എടുക്കാം. നമുക്ക് അല്ലേ ഈ പൊരിച്ച എണ്ണയിലിട്ട് നമുക്കിതിന് നന്നായിട്ട് നമുക്ക് ഈ പൊരിച്ച എണ്ണയിൽ നന്നായിട്ട് ഇതിനെ എന്താ പറയുക ബ്രൗൺ നിറാകുന്നവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിനകത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് വേകാൻ വേണ്ടി ഒരൊറ്റ ടിപ്പേ നമുക്കുള്ളൂ. മെയിനായിട്ട് നമ്മുടെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വഴഞ്ഞു വരുന്നതായിരിക്കും. അത് അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതാ തക്കാളി അരിയുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കൊരു ചിക്കൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ തക്കാളി അവിടെ അരിയുന്ന വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് മെയിൻ ഐറ്റം വേണ്ടുന്നത് ഇതാ നമ്മുടെ മസാലകൾ നമ്മളിത് മഞ്ഞൾപ്പൊടി,
ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത മുളക് പൊടി. പിന്നെ ഇതാണ് മുളക് പൊടി, അത് ഇച്ചിരി മതി കേട്ടോ എരിവിനനുസരിച്ച്. ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഗരം മസാല വേണം കേട്ടോ. ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. കട്ട് ചെയ്ത് ഇത് കളിക്കും. ഓ ഈ തക്കാളി എല്ലാം കൂടി ഇനി എപ്പോൾ വേകാനാമോ, എല്ലാം കൂടി വലിയ കഷ്ണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പോൾ വേണമെന്നറിയില്ല. ഇത് നമുക്ക് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു അടപ്പ് വേണമല്ലോ. നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഗരം മസാല, ഈസ്റ്റേണിൻ്റെ ഗരം മസാലയാണ് കേട്ടോ ഞാൻ മസാലയ്ക്ക് ചേർക്കാറ്. അങ്ങനെ ഇത് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് നല്ല ഗ്രേവിക്ക് നല്ല കളറും നല്ല എരിവും ഒക്കെ ഉണ്ടാവും, മണവും ഉണ്ടാവും കേട്ടോ നന്നായിട്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ഇവിടെ നമുക്ക് ഈ കമ്പനിയുടെ സാധനങ്ങളൊന്നും കിട്ടാറില്ല, അതുകൊണ്ട് നാട്ടിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവരുന്നതാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അയ്യോ അതിനിടയ്ക്ക് മറന്നുപോയി, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമുക്ക് അതുകൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ ഈ എന്താ പറയണ്ടേ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതക്കുന്ന സാധനം കേട്ടോ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി കിട്ടിയില്ല, നിർഭാഗ്യവശാൽ നമ്മുടെ ഇഞ്ചി തീർന്നു പോയി. അങ്ങനെ നമുക്കിത് കുത്താൻ നോക്കാം. അങ്ങനെ കുത്തി 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 നല്ല എന്നാ പറയണ്ടേ, കണ്ണ് നീറുന്നു. അതാ കണ്ണിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി. അമ്മ നന്നായിട്ട് കുത്തുന്നുണ്ട്. കാണിക്കും. ഇത് നന്നായിട്ട് കുത്തിയെടുക്കാം കേട്ടോ. നമുക്കിനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കിംഗ് ഒക്കെ അത്യാവശ്യം എൻജോയ് ഉള്ള കാര്യമാണല്ലേ. നമ്മൾ മസിൽ പിടിച്ച് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് ഒന്നും കറി ഉണ്ടാവില്ലെന്നേ. അപ്പോൾ നമുക്ക് നന്നായി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കിച്ചണിൽ എപ്പോൾ എൻജോയ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കിച്ചണും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായാലും അപ്പോൾ നന്നായിട്ട് മസാല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിൻ്റെ ഒരു കുറവുണ്ട്, ഇഞ്ചി നമുക്ക് കിട്ടിയില്ല ഇന്ന്. ഇപ്പം വൈകുന്നേരം മാർക്കറ്റിൽ പോയിട്ട് വാങ്ങലേ വരികയുള്ളൂ. ഇതാ നമ്മുടെ ഐറ്റം മസാല ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. അങ്ങനെ നമ്മളിത് മസാല അടക്കം നന്നായിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുക്കും. ഇനി ഇത് നമുക്കൊന്ന് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് പൊത്തിക്കൊടുക്കാം. എന്നിട്ട് ആ മസാലേൻ്റെ ഇതിൽ നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം കേട്ടോ. അത് നല്ല മണം പോകുന്നുണ്ട് കേട്ടോ. അപ്പുറത്തുള്ള പൂച്ചകളൊക്കെ ഓടി വരാൻ ചാൻസുണ്ട്. മണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗേറ്റിന് അപ്പുറത്തൊക്കെ നായ്ക്കളുടെ ഒക്കെ ബഹളമായിരിക്കും. ഇവിടെ നോൺ വെജ് വെക്കുന്നുണ്ട്. അത്യാവശ്യം നോൺ വെജ് ഒന്നും വെക്കാത്തൊരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഈ സൈഡ്. അപ്പോൾ കേരള ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നോൺ വെജ് ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ മണം കേട്ടതും അപ്പുറത്തുനിന്നൊക്കെ സൗണ്ട് വരാൻ തുടങ്ങും. അങ്ങനെ നമ്മളത് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് പെട്ടെന്ന് നമുക്കിത് 5 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇത് നമുക്കിനി ചോറ് വെക്കാം കേട്ടോ. അതിലേക്ക് നമ്മളൊരു കുക്കർ കഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, പിന്നെ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ചേർത്തിട്ട് നമുക്ക് നെയ്ച്ചോറ് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടുന്ന് മസാല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കിച്ചൺ അത്യാവശ്യം ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതായതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം.